തിരുവനന്തപുരത്തെ ഇളക്കി മറിച്ച് പ്രിയങ്ക ഗാന്ധി. ശശി തരൂരിന് വേണ്ടിയാണ് തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ തീരപ്രദേശങ്ങളിൽ വോട്ടഭ്യർത്ഥിച്ച് പ്രിയങ്ക ഗാന്ധി എത്തിയത്. വലിയ ജനക്കൂട്ടമാണ് പ്രിയങ്കയെ കാണാൻ തടിച്ചുകൂടിയത്. വലിയതുറ ജംഗ്ഷനിൽ നിന്ന് പൂന്തുറ വരെയാണ് പ്രിയങ്ക റോഡ് ഷോയിൽ പങ്കെടുത്തത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രിയങ്കയെ കാണാനും റോഡ് ഷോയുടെ ഭാഗമാകാനും പ്രവർത്തകരെത്തി. വലിയതുറയിൽ നിന്ന് ഭീമാപ്പള്ളിക്ക് മുന്നിലൂടെ പൂന്തുറയിലേക്ക് പോകുന്ന റോഡിന് ഇരുവശവും പ്രിയങ്കയെ കാണാൻ ജനം തടിച്ചുകൂടി. പ്രിയങ്കയ്ക്കും സ്ഥാനാർത്ഥി ശശി തരൂരിനുമൊപ്പം വാഹനത്തിൽ രമേശ് ചെന്നിത്തലയും മുൻമന്ത്രി വി എസ് ശിവകുമാറും കോവള MLA M വിൻസെന്റും DCC പ്രസിഡന്റ് പാലോട് രവിയും ഉണ്ടായിരുന്നു. വലിയതുറയിൽ നിന്ന് വാഹനം മുന്നോട്ട് പോയപ്പോൾ ഇടതുവശത്ത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിര. ചിലർ വാഹനത്തിനരികിലേക്ക് വന്നു. കുട്ടികളെ എടുത്തുയർത്തി പ്രിയങ്കയ്ക്ക് ഷാളുകൾ നൽകി. ചില കുട്ടികൾ രാജീവ് ഗാന്ധിയുടെ ചിത്രമാണ് പ്രിയങ്കയ്ക്ക് സമ്മാനിച്ചത്. ഇടയ്ക്ക് പ്രധാന കേന്ദ്രങ്ങളിൽ വാഹനം നിർത്തി ചെറിയ പ്രസംഗവും പ്രിയങ്ക നടത്തി. That the eldest woman in every poor family will be given 1 lakh rupees every year. We are going to work hard to create jobs. We are going to have a 5,000 crore rupee startup fund for young people who want to start their own small businesses. And we are going to have an apprenticeship program for young people who have finished their studies, so that you get your first job guaranteed and you get at least 1 lakh in the year that you leave your studies. You finish your studies. ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ കൃത്യമായ നടപടികൾ എടുക്കും. ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി 5000 കോടി രൂപയുടെ ഒരു സ്റ്റാർട്ടപ്പ് പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കും. അതുപോലെ രാജ്യം വലിയ പ്രശ്നങ്ങൾ നേരിടുകയാണെന്നും 5 വർഷം കൂടി BJP സർക്കാർ ഭരിച്ചാൽ അവർ വെറുപ്പിന്റെ രാഷ്ട്രീയം രാജ്യം മുഴുവൻ പടർത്തുമെന്നും പൂന്തുറയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും പരിഹരിക്കുന്നതിന് പകരം BJP സർക്കാർ രാജ്യം മുഴുവൻ വെറുപ്പിന്റെ രാഷ്ട്രീയം പടർത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ്. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് കോൺഗ്രസ് ശ്രദ്ധിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ മാറ്റുകയാണ്. ഈ സ്ഥിതി മാറാൻ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു.